അപ്പൊ രാവിലെ തന്നെ അമ്മ ദേ നൂൽപുട്ടിനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുവാണെങ്കിൽ ഇന്നലെ രാത്രിയെ പറയുന്നുണ്ട്, മമ്മി എനിക്ക് രാവിലെ ആകുമ്പോൾ നൂൽപുട്ട് വേണമെന്നേ. അതുകൊണ്ട് ദേ നൂൽപുട്ടൊക്കെ ഇവിടെ സെറ്റായി കൊണ്ടിരിക്കുന്നുണ്ട്. പുറത്തെ അടുപ്പിലാണെങ്കിൽ ചോറാവുന്നുണ്ട് കേട്ടോ. അരി നല്ല വേവുള്ള അരിയാണ് ഗൈസ്. പുറത്തേക്കൊന്നും ഇറങ്ങേണ്ട താമസം നമ്മുടെ പോത്തുംകുട്ടൻ എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഇതേ ഒരു കർമൂസ പറിച്ചിട്ടുണ്ട്, നമുക്കിന്ന് കർമൂസ ഉപ്പേരി വെക്കണം. അങ്ങനെ അപ്പുണ്ണിയുടെ യൂണിഫോം എല്ലാം അയൺ ചെയ്തെടുത്തു. ബുക്കെല്ലാം ഇല്ലേന്നൊന്ന് ചെക്ക് ചെയ്യാണ് കേട്ടോ രാവിലെ തന്നെ. ഡിക്റ്റേഷൻ നോട്ട്ബുക്കിൽ സൈൻ ചെയ്യണം അമ്മയെന്ന് രാവിലെ തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇതേ എല്ലാത്തിനും സൈൻ എല്ലാം ചെയ്തു കൊടുത്തു. ഇന്നലെ രാത്രി ഏട്ടൻ വരുമ്പോഴേ ഒരു പാക്ക് ക്രീം ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. കർമൂസയെല്ലാം ദേ ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കറിയായിരുന്നു കടലക്കറിയാണ്, അതും സെറ്റ് ആയിട്ടുണ്ട്. നൂൽപുട്ട് മാത്രമല്ല കേട്ടോ, കുറച്ച് കുഞ്ഞിപ്പത്തിരിയും കൂടെ ആക്കിയിട്ടുണ്ട്. നമ്മുടെ അപ്പുണ്ണിക്ക് ഇന്ന് ലഞ്ചിന് കൊണ്ടുപോകാനാണ് കേട്ടോ. അവനിന്ന് സ്കൂളിൽ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിപ്പത്തിരി തന്നെ വേണം. നമ്മുടെ അപ്പുനെ കുളിച്ച് കുട്ടപ്പനാക്കിയിട്ട് ദേ അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോകാണ് കേട്ടോ. ഒരു കോഴിമുട്ടയും കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചായ എല്ലാം കുടിച്ചതിന് ശേഷം അപ്പുണ്ണിനെ വണ്ടി കയറ്റി വിടാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇന്ന് അവനെ കൊണ്ടാക്കുന്നത് ഞാനാണ്. പൊതുവേ അമ്മയായിരിക്കും കൊണ്ടാക്കാറ് കേട്ടോ. ഇന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ടേ അമ്മ ഇവനെയും കൊണ്ട് ഓടുകയാണെങ്കിൽ അമ്മയ്ക്ക് ശ്വാസം മുട്ടുകള കിട്ടും. അതുകൊണ്ടാണ് ഞാൻ കൊണ്ടാക്കിയത്. അങ്ങനെ ഞാൻ വരുമ്പോഴേക്കും അമ്മ ദേ ഇവിടെ കർമൂസ ഉപ്പേരി ആക്കിയിട്ടുണ്ട്. നൂൽപുട്ട് കടലക്കറിയിൽ മുക്കി കഴിക്കാതെ ഞാൻ വേഗം ചോറെടുത്തു കേട്ടോ. ചോറും കടലക്കറിയും കർമൂസ ഉപ്പേരിയും ഒരു ഗ്ലാസ് ചൂട് കാപ്പിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷത്തുള്ള പുതിയ വീഡിയോ കാണാൻ.